ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലീന. ഇതെൻ്റെ മമ്മി. എൻ്റെ പേര് ഷൈനി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ 2020 കൊറോണ ലോക്ക്ഡൗൺ എല്ലാമായിട്ട് എല്ലാവരും കൂടെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടാം. അങ്ങനെ നമ്മളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചാനലിൻ്റെ പേര് മമ്മി ആൻഡ് മീ എന്നാണ്. മമ്മിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. സോ കുക്കിംഗ്, ഗാർഡനിങ്, ക്രാഫ്റ്റ്സ് അങ്ങനെ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഈ ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ്. ഈ ഫിഷ് കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിലും കൂടുതൽ ദിവസവും കേടാകാതെ ഇരിക്കുന്ന ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മളിന്ന് മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനിവിടെ പൊടിപ്പിക്കുന്നതാണ്. പിരിയൻ മുളകും എരിവുള്ള മുളക് കൂടെ മിക്സ് ചെയ്താണ് പൊടിപ്പിക്കുന്നത്. അത് 3 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി എടുക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള പുളി. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി എത്രയോ ആണോ ആവശ്യം അതനുസരിച്ച് എടുക്കണം. പിന്നീട് കടുക് വറക്കാനായിട്ട് കടുക്, ഉലുവ, കറിവേപ്പില ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചട്ടി ചൂടാകാനായിട്ട് വയ്ക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഇടാം. ഇപ്പോൾ ഫ്ലെയിം ഇത്തിരി കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതിടാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇതൊന്ന് മൂക്കുന്നിടം വരെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി ഡയറക്റ്റ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അത് നമ്മളൊന്ന് കുഴച്ചിട്ടാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കരിയാതെ നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതങ്ങ് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുവായത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇങ്ങനൊന്ന് കുഴച്ചിട്ടിടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാകത്തില്ല. മൂക്കുന്ന മണം വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മൂത്തോട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
നല്ല മൂപ്പിക്കണം. ഫ്ലെയിം ഇത്തിരി കൂട്ടി കൊടുക്കാം. മുളക് പൊടി നല്ല മൂത്തിട്ടുണ്ട്. ഞാനിത് മൂത്തോന്ന് നോക്കുന്നത് ചെറുതായിട്ടൊന്ന് സ്പൂണിലെടുത്തിട്ട് മണം പിടിച്ച് നോക്കിയിട്ടാണ് ഞാൻ മൂത്തോ നോക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണ് ഇത് മൂത്തോ, അതിൻ്റെ ആ മുളകിൻ്റെ ആ കുത്തൽ മണം മാറിയോ എന്ന് നോക്കണം. ഇപ്പം നല്ല മൂത്ത മണമാണുള്ളത്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല തിളയ്ക്കണം. ഇത് നല്ല തിളച്ചു വരണം. നമുക്കിത് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ഇത് നല്ല തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ മീൻ അതിനകത്തേക്ക് ഇടാനായിട്ട്. അപ്പം അത് നല്ല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിടാം. ഇനി ഇതിവിടെ കിടന്ന് ഈ ചാറൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഒന്ന് വേഗുന്നിടം വരെ നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചാറൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറയാം. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറുമാണ്, നല്ല രുചിയുമാണ്. അതിനൊരു പ്രത്യേക രുചിയുമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ്, കുറച്ച് സമയം, 5 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് വേവിക്കാം. നമ്മുടെ മീൻകറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം മമ്മിയുടെ മത്തിക്കറി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ്. അടിപൊളിയായിട്ടുണ്ട്.
എൻ്റെ മമ്മി ഉണ്ടാക്കിയോണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല, ശരിക്കും കൊള്ളാം. ആവശ്യത്തിന് എരിവ്, പുളി, ഉപ്പ് എല്ലാം ഉണ്ട്. മത്തിക്കറിയുടെ കൂടെ ഏറ്റവും നല്ലത് കപ്പയാണ്. സോ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.